ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുവിധം എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു വൈറൽ ഫേസ് പാക്കാണ്. ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. നമ്മുടെ കോഫി ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നല്ല റിസൾട്ടാണ്. പിന്നെ ഫസ്റ്റ് യൂസ് തന്നെ അത്യാവശ്യം നല്ല ഒരു ഷെയ്ഡെല്ലാം നമുക്ക് നിറം വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇത് 3 ചേരുവകൾ മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂണോളം കോഫി പൗഡറാണ്. ഇത് ഞാൻ മുഖത്തും കഴുത്തിലും മാത്രമുള്ള അളവാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് കൈകളിലും കാലുകളിലെല്ലാം ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യുക. അപ്പോൾ അളവ് കുറച്ച് കൂടുതലെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒരു മുട്ടയുടെ വെള്ളയാണ് കേട്ടോ. മഞ്ഞ ആയി പോകാൻ പാടില്ല, വെറും വെള്ള മാത്രം അതിലേക്ക് ആഡ് ചെയ്തെടുക്കുക. ശരിക്കും ഇത് നല്ലൊരു മാസ്ക് പോലെയാണ് നമുക്കിത് അപ്ലൈ ചെയ്താൽ ഉണ്ടാകുക. അപ്പോൾ ഇതിൽ നിങ്ങളുടെ അടുത്ത് ജെലാറ്റിൻ ഉണ്ടെങ്കിൽ ജെലാറ്റിൻ യൂസ് ചെയ്താൽ അത് ശരിക്കും ഒരു പീൽ ഓഫ് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനിതിൽ ജെലാറ്റിൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇതിലേക്ക് 1/2 മുറി ചെറുനാരങ്ങ നീര് നമ്മൾ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. മുട്ടേൻ്റെ വെള്ള, അതേപോലെ ചെറുനാരങ്ങ, ഈ കോഫി. ഇതെന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിനുണ്ടല്ലോ വൈറ്റനിങ് തരാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന 3 സാധനങ്ങളാണ്. ഈ ചെറുനാരങ്ങ നല്ലൊരു നമുക്ക് ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് തരുന്ന വളരെ നല്ലൊരു സാധനമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുട്ടേൻ്റെ വെള്ളം ഇട്ടത് കൊണ്ട് തന്നെ ഇത് പതഞ്ഞ് കിട്ടും. അപ്പോൾ ഒരു പത ഇങ്ങനെ മേലെ വരുന്ന സമയം വരെ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഈ ഒരു മുട്ടയും നമ്മുടെ കോഫിയും ചെറുനാരങ്ങയെല്ലാം നന്നായിട്ട് മിക്സായി കിട്ടുക. എല്ലാന്നാണെങ്കിൽ മുട്ട വേറെ തന്നെ വേറിട്ട് നിൽക്കുന്നത് പോലെ ഉണ്ടാവും. അപ്പോൾ ബീറ്റിംഗ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്കറിയാമല്ലോ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് പത വരുമല്ലോ. ആ പത വരുന്ന സമയം വരെ നമ്മളിത് ബീറ്റ് ചെയ്യണം. ഇത് ഈ ഒരു സമയമാകുന്നേരം നമുക്ക് ബീറ്റിംഗ് നിർത്താം. ഇങ്ങനെയാണ് വേണ്ടത്. ഇത് കുറച്ചൊരു ലൂസായിട്ടാണ് ഉണ്ടാകുക. പക്ഷേ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ഡ്രൈ ആയി കഴിഞ്ഞാൽ നന്നായിട്ട് ഇങ്ങനെ വലിഞ്ഞ് പിടിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഞാനിത് എൻ്റെ കയ്യിലേക്ക് അപ്ലൈ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ ഫേസ് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാം. പിന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഞാൻ എന്തുകൊണ്ട് ഫേസ് കാണിക്കുന്നില്ല. ഒരുപാട് വീഡിയോസിൽ അതിൻ്റെ മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫേസിലിട്ടാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടണ്ട. അല്ലാണ്ട് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ മുഖത്തിട്ടിട്ട് പിന്നെ എൻ്റെ മുഖത്തിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി കൊണ്ടോ ഒന്നുമല്ല. നമ്മൾ ഈ ഉണ്ടാക്കിയിടുന്നത് ആസിഡ് ഒന്നും അല്ലല്ലോ പേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇടാത്തത് കൊണ്ട് ഇതിൽ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട. വിശ്വാസം ഇല്ലാണ്ട് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിന് റിസൾട്ടും കിട്ടൂല. അപ്പോൾ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് കയ്യിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മസാജ് ചെയ്ത് പിടിപ്പിക്കാൻ കുറച്ച് കട്ടി തന്നെ പിടിപ്പിക്കണം. കാരണം ഇതൊരു വാട്ടറി ആയിട്ടാണുള്ളത്. അപ്പോൾ ഇത് ഡ്രൈ ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ കൈ നന്നായി ഡ്രൈ ആയപ്പം കണ്ടോ, ഇത് വലിഞ്ഞ് പിടിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ജെലാറ്റിന് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു മാസ്ക് പോലെ നമുക്കിങ്ങനെ പറിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇപ്പം തന്നെ ഒരു ഷീറ്റ് പോലെയാണ് ഇതുള്ളത്, കാണുന്നില്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത് ഉണങ്ങിയത് കണ്ടോ, ഇങ്ങനെയാണ് ഇതുണ്ടാവും. ഒരു വലിഞ്ഞ് പിടിക്കുന്ന പോലെ ഉണ്ടാവും. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ മുഖത്ത് ചുളിവ് വരാൻ സാധ്യതയുണ്ട്. കാരണം ഇതിങ്ങനെ വലിഞ്ഞ് പിടിക്കും. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും സംസാരിക്കുക. അപ്പോൾ അത് ചെയ്യാണ്ട് നിൽക്കുക. ഇത് അപ്ലൈ ചെയ്ത് ഉണങ്ങി കഴുകുന്നത് വരെ സംസാരിക്കാണ്ട് നിൽക്കുക. അപ്പോൾ ഞാനിത് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇത് മെല്ലെ ഒന്ന് പെട്ടെന്ന് റിമൂവ് ആകും കേട്ടോ. മുട്ടയായതുകൊണ്ട് തന്നെ സോഫ്റ്റായിട്ട് അതങ്ങ് റിമൂവ് ആവും. വേദനയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ മുഖത്തേക്ക് നല്ലൊരു ഫ്രഷ് ലുക്ക് വരുന്നതായിരിക്കും. ഭയങ്കരമായ വൈറ്റ് കളറൊന്നും വരില്ലെങ്കിലും ഫസ്റ്റ് യൂസ് തന്നെ നല്ലൊരു തിളക്കം കിട്ടും. അതായത് നമ്മൾ ആ മുഖത്തുണ്ടാകുന്ന ആ ഒരു ഡൾനെസ്സിനുണ്ടല്ലോ, ഒരു ക്ഷീണം അതായത് എന്താ പറയുക, നമ്മൾ ഈ പുറത്തെല്ലാം പോയി വന്നാൽ മുഖത്ത് ഒരു കരുവാളിപ്പുണ്ടല്ലോ, അതെല്ലാം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഞാനിതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊന്ന് തുടച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും ഇതിൽ ആഡ് ചെയ്ത 3 സാധനവും നമ്മുടെ സ്കിന്നിന് എത്രമാത്രം എഫക്റ്റീവ് ആണെന്നുള്ളത്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഒരു കൈ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, അതേപോലെ തന്നെ നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട് മറ്റേ കൈനേക്കാളും. ഇത് ഫസ്റ്റ് യൂസിലുള്ള റിസൾട്ട് മാത്രമാണ്. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ 3 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കണ്ടിന്യൂസ് 1 മാസം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മാറ്റം നിങ്ങളുടെ മുഖത്ത് ഉണ്ടാകുന്നതാണ്. കാരണം ഇത് ഞാൻ ട്രൈ ചെയ്ത ഒരു ഫേസ് പാക്കാണ്. അതായത് 1 മാസത്തിൻ്റെ മേലുള്ള ട്രൈ ചെയ്ത ഫേസ് പാക്കാണ്. ഇതിന് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. നമ്മുടെ മുഖത്തുള്ള കറുത്ത പാട്, കരിവാളിപ്പെല്ലാം മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇത് അപ്ലൈ ചെയ്ത് റിമൂവ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ മുഖത്തേക്ക് അപ്ലൈ ചെയ്യുക. മോയ്സ്ചറൈസർ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അലോവേര ജെല്ലോ അങ്ങനെയുള്ള നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഏതാണോ അത് ഏതായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ വന്ന് അറിയിക്കണം. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒരുപാട് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടമുള്ളവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.